നമസ്കാരം. ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും സന്തോഷമായി സുഖമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും എല്ലാ വീടുകളിലും വെക്കുന്നുണ്ടെങ്കിലും ചിലവർ മറന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനും നല്ല ഒരു ഇതാണ് കേട്ടോ, കൊഴുക്കട്ടയാണ് കേട്ടോ. നമ്മൾ മധുരം നിറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. ഇത് ചമ്പാവരി എന്ന് പറയും കേട്ടോ. നമ്മുടെ നാടുകളിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് പറയുന്നത്. ഞാനിവിടെ ചമ്പാവരി എന്ന് പറയുന്നുണ്ട്. മട്ടേരിയാണ്, ചുവന്നേരിയുണ്ട്, റോസരിയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചുവന്ന കളറിലിരിക്കുന്ന അരി ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്തതിന് ശേഷം വെള്ളം തോർത്തിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകല്ലിലും അമ്മിയിലൊക്കെ ആണല്ലോ അരയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അരഞ്ഞു, അല്ലെങ്കിൽ ഇതിന് എത്രത്തോളമാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് അറിയാൻ പറ്റും. മിക്സിയിലാകുമ്പോൾ അത് അറിയാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കൊഴുക്കട്ടയായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കി വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പം അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്പാവരി എന്ന് പറയുന്നത്. അപ്പോൾ ചമ്പാവരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 6 മണിക്കൂറിന് ശേഷം നല്ലവണ്ണം വെള്ളം തോർത്തിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം അങ്ങനെ തളിച്ച് കൊടുത്ത് അരയ്ക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം ചേർത്ത് പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. നമുക്കൊന്ന് കൊഴുക്കട്ടയായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കണമല്ലോ. അപ്പോൾ ഇതിനാവശ്യമുള്ള നാളികേരവും റെഡിയാണ്. നാളികേരം എത്രത്തോളം ചേർക്കണോ അത്രത്തോളം കൊഴുക്കട്ടയ്ക്ക് സ്വാദ് കൂടും. അതിൻ്റെ കൂടെ ഒന്ന് സ്വാദ് കൂട്ടാനായിട്ട് നമുക്ക് ജീരകവും കൂടി ചേർക്കാം. ജീരകം, മുഴുവൻ ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഉരുട്ടി ഇടുക. ഒരു 5-6 മിനിറ്റ്, ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കൊഴുക്കട്ട റെഡി ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കുതിർന്ന് ഇരിക്കുന്ന ഒരു സമയം രാത്രിയിലൊക്കെ നമ്മൾ ഇട്ട് വെച്ച് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അരച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കൊഴുക്കട്ടയാണ് കേട്ടോ. ഒരു 7-8 കൊഴുക്കട്ടയും കഴിച്ച് ഒരു ഗ്ലാസ് കൊഴുക്കട്ടയുടെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ വയറൊക്കെ അങ്ങോട്ട് നിറയും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി വല്ല കൊഴുക്കട്ടയും വരികയാണെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം ഇച്ചിരി എരിവിന് വേണ്ടി പച്ചമുളകും ഒക്കെ ചേർക്കാം കേട്ടോ. ഉഴുന്നും പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കടുവറുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കടുവറുത്ത് ചായയോടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. ബബീസ് ഓർബിറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബബീസ് ഓർബിറ്റിലേക്ക് ഓടി വരണം കേട്ടോ. അപ്പോൾ പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബിറ്റ്. പുതിയ നല്ല വീഡിയോയുമായി വരാമേ. ബൈ.